കെ സുധാകരനുമായുള്ള ഏറ്റുമുട്ടലിൽ തിരിച്ചടി നേരിട്ട് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ. കെ സുധാകരനെ KPCC അധ്യക്ഷ പദവിയിൽ നിന്ന് മാറ്റി സമ്പൂർണ്ണ പുനഃസംഘടന വേണമെന്ന ആവശ്യം ഹൈക്കമാൻഡ് നിരാകരിച്ചതും സുധാകരനുമായി സഹകരിച്ച് മുന്നോട്ട് പോകണമെന്ന ഹൈക്കമാൻഡ് താക്കീത് നൽകിയതും സതീശന് വലിയ തിരിച്ചടിയായി. അതേസമയം സുധാകരനെ പിന്തുണച്ച് കൂടുതൽ നേതാക്കൾ രംഗത്ത് എത്തുകയാണ്. കെ സുധാകരനെ KPCC അധ്യക്ഷ പദവിയിൽ നിന്ന് മാറ്റണമെന്ന കടും പിടുത്തത്തിലായിരുന്നു വി ഡി സതീശൻ. പക്ഷേ ഹൈക്കമാൻഡ് ഇത് തള്ളിക്കളഞ്ഞു. മാത്രമല്ല, സുധാകരനുമായി സഹകരിച്ച് മുന്നോട്ടു പോകണമെന്ന കർശനമായ താക്കീതും സതീശന് ഹൈക്കമാൻഡ് നൽകി. കേരളത്തിലെ കോൺഗ്രസിൽ ഒന്നാമൻ ആരെന്ന തർക്കം നടക്കുന്നതിനിടയിലാണ് സതീശന് ഈ തിരിച്ചടി എന്നതാണ് ശ്രദ്ധേയം. രമേശ് ചെന്നിത്തല അടക്കമുള്ള മുതിർന്ന നേതാക്കളുടെ പിന്തുണയും ഹൈക്കമാൻഡിന്റെ അനുകൂല സമീപനവുമാണ് സുധാകരന് പദവിയിൽ തുടരാൻ വഴിയൊരുക്കിയത് എന്നാണ് സൂചന. കൂടുതൽ മുതിർന്ന നേതാക്കളുടെ പിന്തുണയും സുധാകരന് അനുകൂലമായുണ്ട്. അങ്ങനത്തെ ഒരു ചർച്ചയില്ല, അതൊക്കെ അങ്ങനത്തെ ഒരു കാര്യം എവിടെയും നടക്കുന്നില്ല. എല്ലാ കാര്യങ്ങളും സംവിധാനങ്ങളും ഭംഗിയായിട്ട് മുന്നോട്ട് പോകും. തൃപ്തിയുണ്ടല്ലോ, എന്താ ആർക്കും അസംതൃപ്തിയുള്ളത്? ഒരു തൃപ്തി കുറവുമില്ല, തൃപ്തിയായിട്ട് മുന്നോട്ട് പോകുന്നുണ്ട്. എനിക്ക് തോന്നുന്നില്ല. എന്തായാലും എൻ്റെ അറിവിൽ ഈ കാര്യത്തിൽ തീരുമാനം ഞങ്ങളുടെ അല്ല, ഇവിടെയല്ല, അത് ഹൈക്കമാൻഡ് എല്ലാം ചിന്തിച്ച് തീരുമാനിക്കും. എനിക്ക് തോന്നുന്നില്ല. പക്ഷെ ഞാൻ ഇതിനെക്കുറിച്ച് അഭിപ്രായം പറഞ്ഞു കഴിഞ്ഞാൽ ആ വിവാദത്തിൽ ഞാൻ കയറുന്നില്ല. സേവയെ കുറിച്ച് പ്രത്യേക അറിവില്ല, ഞാൻ കുറച്ചുകൂടി അന്വേഷിച്ചിട്ട് നോക്കാം. രാഷ്ട്രീയകാര്യ സമിതി യോഗത്തിൽ കെ സുധാകരൻ പോലും അറിയാതെ നിയമസഭാ തെരഞ്ഞെടുപ്പ് തന്ത്രങ്ങൾ സതീശൻ പ്രഖ്യാപിച്ചത് KC വേണുഗോപാൽ അടക്കമുള്ള AICC നേതാക്കളെ ചൊടിപ്പിച്ചു എന്നാണ് വിവരം. അതേസമയം രമേശ് ചെന്നിത്തലയ്ക്ക് സമുദായ നേതാക്കളുടെ പിന്തുണ ലഭിച്ചതും സുധാകരനെ ഹൈക്കമാൻഡ് പിന്തുണച്ചതും വി ഡി സതീശൻ എന്ന പ്രതിപക്ഷ നേതാവിന്റെ രാഷ്ട്രീയ ഭാവിക്ക് വലിയ തിരിച്ചടിയായി എന്നാണ് മുതിർന്ന കോൺഗ്രസ് നേതാക്കളുടെ പോലും വിലയിരുത്തൽ. കൈരളി ന്യൂസ്, തിരുവനന്തപുരം. കോൺഗ്രസിൽ നേതൃമാറ്റം വേണമെന്ന വിഷയത്തിൽ അന്തിമ തീരുമാനം ഹൈക്കമാൻഡിൻ്റെതാണെന്ന് KPCC പ്രസിഡന്റ് കെ സുധാകരൻ പറഞ്ഞു. പാർട്ടിക്ക് വിധേയനായാണ് താൻ തുടരുന്നതെന്നും സുധാകരൻ പറഞ്ഞു. ഈ വാർത്തയോടുകൂടി ഈ ബുള്ളറ്റിൻ പൂർണ്ണമാവുകയാണ്. ഇനി കൂടുതൽ സമഗ്രമായ വാർത്തകളുമായി ന്യൂൺ റൗണ്ടപ്പിൽ മനു മാടപ്പാട്ട് ചേരും. ഞാൻ സംസാരിച്ചിട്ടൊന്നും, ഞാൻ ആരോടും ഇതിനു വേണ്ടി സംസാരിക്കാൻ പോയിട്ടില്ല. ഞാൻ ആരെയും അതൃപ്തിയൊന്നും അറിയിച്ചില്ല. എനിക്കതിനകത്തൊരു പ്രശ്നവും ഇല്ല. അതുകൊണ്ട് എന്നെ സംബന്ധിച്ചിടത്തോളം ഞാനത് ഇതിൻ്റെ അകത്ത് അത്രയേ എടുത്തിട്ടുള്ളൂ. സീരിയസ് ആയിട്ട് എന്ത് വേണമെങ്കിൽ AICCക്ക് എന്ത് തീരുമാനം വേണമെങ്കിലും എടുക്കാം. ഞാൻ പാർട്ടിക്ക് വിധേയനാണ്. പാർട്ടിക്ക് വിധേയനായ മാത്രമേ രാഷ്ട്രീയ രംഗത്തെ നിൽക്കുള്ളൂ.